മാംഗോ മസ്താനി. ആ മാംഗോ മസ്താനി വീട്ടിൽ എങ്ങനെ ഒരു ജ്യൂസി റെസിപ്പിയാണ്, അത് വീട്ടിൽ അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ എന്ത് ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്ത് ഈ മാംഗോ മസ്താനി അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാന്ന് പോയി കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും എഡ്യൂടെക്കിന്റെ പുതിയ രീതിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ജ്യൂസ് ഐറ്റം ആണ്. മാംഗോ മസ്താനി എന്നാണ് അതിന്റെ പേര്. അപ്പൊ 2 പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറി, പിന്നെ ചോക്ലേറ്റ് സിറപ്പ്. ഇത്ര ചെറിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി മാംഗോ മസ്താനിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മാമ്പഴം ഒന്ന് തൊലിയൊക്കെ ചെത്തി ഒന്ന് ചെറിയ പീസായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ആ മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ ആ മാങ്ങ എല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു 100 ml പാലെടുത്തിട്ടുണ്ട്, തണുത്ത പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം ഒന്ന് കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഒന്ന് പാലൂടെ ചേർത്ത് ഒന്ന് ലൈറ്റ് ആക്കി കൊടുക്കാം. നമുക്ക് കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് ഇതൊന്ന് ലൂസാക്കാം. അപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ ലൂസ് ആവണ്ട, ഈ ഒരു കട്ടി മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് ഇനി നമുക്കിനി ഒരു ഗ്ലാസ് എടുത്ത് ഇത് സെർവ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ മാംഗോ മസ്താനി ഏകദേശം നിറച്ചിട്ടുണ്ട്. ഇനി ഡെക്കറേഷൻ ആയിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഐസ്ക്രീം ഒക്കെ ചേർത്ത് കഴിഞ്ഞ് ഇനി 2 പീസ് മാങ്ങ ഓരോന്നിലും വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കും. അപ്പൊ ആദ്യം കാണിച്ച അണ്ടിപ്പരിപ്പ് ഇതേണൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനൽ ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ ആ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഒരു അല്പം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ റെസിപ്പിയായ മാംഗോ മസ്താനി. അപ്പൊ നമ്മുടെ മാംഗോ മസ്താനി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഉണ്ണീരയിലും വൈകരയിലും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. മിക്സ് ചെയ്ത് കഴിച്ചോ? മാംഗോ ഒക്കെ അടിയിലാണ് നിറഞ്ഞിരിക്കും. കഴിച്ചോ? വൈക അടിയിലാണ് മാംഗോ. മിക്സ് ചെയ്ത് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ റെസിപ്പി? ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയായ മാംഗോ മസ്താനി.